ഹായ് നമസ്കാരം. എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 6 39 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കത് എല്ലാവർക്കും കാണാൻ പറ്റി. ലൈവിൻ്റെ അകത്തൊക്കെ ഇന്ന് നല്ല രസമായിരുന്നു. നല്ല രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലൈവിൽ നടന്നു. ലൈവ് കണ്ടവർക്കെല്ലാം അറിയാം, ഇന്ന് പവർ ടീം വന്നിട്ട് പവർ ഉപയോഗിച്ച് അവരുടെ റൂമും മെയിൻ ഡോറും പൂട്ടാനായിട്ട് അവർ ആവശ്യപ്പെടുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ വിചാരിച്ചത്, സിബിനൊക്കെ വിചാരിച്ചത് ചിലപ്പോൾ അത് ആ ഒരു പവർ ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിലാണ് സിബിനൊക്കെ ചിലപ്പോൾ അത് ട്രൈ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് നല്ലൊരു പണി അങ്ങോട്ട് കൊടുത്തു. കാരണം ബിഗ് ബോസിന്റെ വാതിൽ അങ്ങ് പൂട്ടിക്കളഞ്ഞു. അതായത് പവർ ടീമിന്റെ റൂമും അതുപോലെ തന്നെ മെയിൻ ഡോറും ഇവർ പറഞ്ഞ ആവശ്യപ്രകാരം അതങ്ങ് പൂട്ടിക്കളഞ്ഞു. അങ്ങനെ ജിൻഡോയ്ക്ക് ഇന്ന് നല്ലൊരു എന്നാ പറയുന്നത് അടിപൊളി ഒരു ബ്രോഷറാണ് കിട്ടിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ പവർ ടീം പിന്നെ അത് തുറക്കാൻ പറഞ്ഞപ്പോൾ പവർ ടീമിന് അത് ബിഗ് ബോസ് തുറന്നു കൊടുക്കുന്നില്ല. ലാസ്റ്റ് ജിൻഡോ പറഞ്ഞപ്പോഴാണ്, അതായത് അവിടുത്തെ ക്യാപ്റ്റന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ബിഗ് ബോസ് കാണിച്ചു കൊടുക്കും. കാരണം അവിടെയുള്ള ഒരു മനുഷ്യരും ക്യാപ്റ്റൻ എന്താണ്, ക്യാപ്റ്റന്റെ പവർ എന്താണ് എന്നുള്ള ഒരു മര്യാദയും ഇല്ലാതെയാണ് ഗബ്രി, ജാസ്മിൻ, രസ്മിൻ അങ്ങനെയുള്ള ഒരു കണ്ടസ്റ്റന്റുകളും തീരെ മര്യാദയില്ലാതെയാണ്. പ്രത്യേകിച്ച് ജിൻഡോ ആണ് ക്യാപ്റ്റൻ എന്നും കൂടി ആയപ്പോൾ ആരും തന്നെ തീരെ ഒരു റെസ്പെക്റ്റോ തീരെ ബഹുമാനം ഒന്നുമില്ലാതെയാണ് പെരുമാറുന്നത്. നമുക്കിപ്പോൾ കാണാൻ പറ്റിയായിരുന്നു. കാരണം ഗബ്രി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും അങ്ങ് ഏറ്റവും എൻഡ് വരെ മാക്സിമം ഗ്രഡ്ജ് വെച്ച് നോറ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് തന്നെ അറിയില്ല. കാരണം ഇത്രയും നാളും ജാൻമണിയോടുള്ള പേഴ്സണലായിട്ടുള്ള ഗ്രഡ്ജാണ് നോറയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഈ കളിയിൽ നോറ ഔട്ട് ആവുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പോയിന്റ്, നോറ നല്ലൊരു പ്ലെയർ ആയിരുന്നു, പക്ഷെ നോറയിലെ ഈ ഗ്രഡ്ജ്, അതായത് ഇങ്ങനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെക്കുന്നത് ഒരു ജനങ്ങൾക്കും ഒരു പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യമേ ഒരുപാട് മണ്ടത്തരങ്ങളും ഒക്കെ വീണു കയ്യിൽ നിന്ന്. പുള്ളി ഇച്ചിരി മണ്ടത്തരങ്ങളൊക്കെ ഇവിടെ വായിന്ന് വീഴുന്നത്. പക്ഷെ പുള്ളി ഒരു നല്ല മനുഷ്യനാണെന്ന് ഈ പ്രേക്ഷകർക്കും, ഞാൻ അടങ്ങുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം. പക്ഷേ ഇത് ബിഗ് ബോസ് ആണ്. ഇതിൽ കഴിവുള്ള, അതായത് പ്രവോക്കിൽ ഒരു സ്റ്റേറ്റ്മെന്റുകളും കൊടുക്കാതെ പ്രവോക്ക് ചെയ്ത് മുന്നേറുന്ന ആൾക്കാരെയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം. കാരണം ഇതുപോലെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ മഹാതണ്ണായ ലാലേട്ടൻ അതിന്റെ ഒരു തീരുമാനം ഏറ്റവും അടിപൊളിയായിട്ട് അവിടെ എടുക്കുകയും അവരെ ഒന്ന് പേടിപ്പിക്കുകയും ചെയ്ത് ജനങ്ങളുടെയും നമ്മളെ എല്ലാ പ്രേക്ഷകരുടെയും ഒരു ആഗ്രഹപ്രകാരം അവരെ ഒന്ന് വാൺ ചെയ്ത്. കാരണം ഇത് ഓരോ കുഞ്ഞു കുട്ടികൾ വരെ കാണുന്ന ഒരു ഷോയാണ്. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് പ്രായപരിധിയില്ല. ഈ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ഏറ്റവും പ്രായമായുള്ളവർ വരെ ഇത് കാണും. കാരണം ഇത് പല രാജ്യത്തിരുന്ന് അതുപോലെ വാച്ച് ചെയ്യുന്ന ഒരു ലൈവ് വരെ എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നു. അതൊരു ഷോയുടെ നമ്മുടെ മലയാളികൾക്കൊക്കെ അതൊരു അഭിമാനമാണ്. ഏഷ്യാനെറ്റിനൊക്കെ ഒരു അഭിമാനമാണ്. കാരണം നമ്മളുടെ ഒരു ഷോ ഇത്രയും നല്ല രീതിയിൽ നടക്കുന്നു. അതിനെ നമ്മളെ എല്ലാ പ്രേക്ഷകരും നല്ല രീതിയിൽ കാണുമ്പോൾ ഈ കേറിയ കണ്ടസ്റ്റന്റുകൾ അതിനൊരു തീരെ വിലയും കൊടുക്കാതെ എത്രയോ കഴിവുള്ളവരെ കഴിഞ്ഞിട്ടാണല്ലോ ബിഗ് ബോസ് അവരെ സെലക്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അവരെ ആ ഒരു കിട്ടിയ അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കാതെ ചുമ്മാ ബഹുമാനമില്ലാതെ ശ്രീരേഖനെ ഗബ്രിയൊക്കെ വിളിക്കുന്ന പറച്ചിലൊക്കെ കേട്ടുകഴിഞ്ഞാൽ ലാലേട്ടാ ദയവ് ഇതൊക്കെ ഒന്ന് ഗബ്രിയോട് പറയണം. തീരെ ബഹുമാനമില്ലാതെ അവൻ്റെ ആ പുള്ളിയുടെ അമ്മയുടെ പ്രായമുണ്ട്, ഗബ്രിയുടെ അമ്മയുടെ പ്രായം കാണും ചിലപ്പോൾ, അല്ലെ അമ്മയുടെ ഒരു അടുത്ത് പ്രായം കാണും. അങ്ങനെയുള്ള ഒരു ചേച്ചീനെ നീ പോടി ഇങ്ങനെയൊന്നും അഭിസംബോധന ചെയ്യാൻ പാടില്ല. കാരണം ഇതൊക്കെ നമ്മുടെ കൾച്ചറിന് ചേർന്നിട്ടുള്ളതല്ല. ശരിയാണ്, ജനറേഷൻ മാറി എന്ന് പറഞ്ഞ് അപ്പനെ കയറി അവസരപ്പെട്ട എന്ന് വിളിക്കുന്ന ഒരു പരിപാടിയാണിത്. കാരണം സ്വന്തം അപ്പം പറഞ്ഞ ലാലേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഇത് ഇൻഡിവിജ്വൽ ഗെയിമാണ്, നിങ്ങൾ കാരണം വേറൊരാൾ കളിക്കാതിരിക്കാൻ പാടില്ല എന്നൊക്കെ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞിട്ട് ഇവർ ഇപ്പോഴും ആ സ്ട്രാറ്റജി വിടാതെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. ലാലേട്ടൻ പറയുന്നതിന് പുല്ലു വില കാണിച്ചിട്ടാണ് ഇതിപ്പം പ്രേക്ഷകരും കാണുന്ന എല്ലാവർക്കും അറിയാം, വെറും പുല്ലു വില കാണിച്ചിട്ടാണ് ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും അവിടെ നടക്കുന്നത്. ഉമ്മ വെക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു, ഇതൊക്കെയാണ്. കാരണം നമ്മൾ ഇത് ഒരുപാട് കുട്ടികൾ കാണുന്നത്, ഇതൊന്നും ഇങ്ങനെയല്ല ഇതിനെയൊന്നും ട്രീറ്റ് ചെയ്യേണ്ടത്. കാരണം ഇത് ബിഗ് ബോസ് വാൺ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ പ്രേമം കളിക്കാനല്ല വന്നത്. ശരി, പണ്ട് കാലത്ത് പേളിമാണിയും ഈ പറയുന്ന ശ്രീനീഷും പ്രേമം ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ പ്രേമം കാണുമ്പോഴും അവരുടെയൊക്കെ ഒരു ആദ്യമൊക്കെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞെങ്കിലും അവരുടെ പ്രേമത്തിനും അവരുടെ കാര്യങ്ങൾക്കും അവർ ആ ഗെയിമുകൾ കളിക്കുന്നതിനും ഒക്കെ ഒരു വളരെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അതെല്ലാം ഈ പ്രേക്ഷകർ, കോടിക്കണക്കിന് പ്രേക്ഷകർ അംഗീകരിച്ച കാര്യമാണ്. പക്ഷെ ഇത് അവരെ കോപ്പി അടിച്ച് ആണോ എന്താണ് അവിടെ നടക്കുന്നത്, അഫെക്ഷൻ ആണോ എന്താണോ ഒന്നും അറിയില്ല. പക്ഷെ ഭയങ്കര വൃത്തികേടാണ്. കാരണം കുടുംബത്തിലെ
പിള്ളേരെ നമ്മൾ ആ എപ്പിസോഡ് കാണിച്ചിട്ട് ആ എപ്പിസോഡ് കാണുക എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു എല്ലാ ഫാമിലിയും നടക്കുന്ന ഒരു കാര്യം. കാരണം അതുപോലെ വൃത്തികേടുകളാണ്. നോറ എന്ന് പറഞ്ഞ വ്യക്തി വെറും ജിന്നോനെ വെറും പുല്ലുവിലയും ചവിട്ടുവാണ്, കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടും. അതായത് പുള്ളിക്കാരിക്ക് ഗ്രഡ്ജാണ്, പുള്ളിക്കാരിക്ക് എന്തോ മാനസികമായ പ്രോബ്ലം ആയ രീതിയിലാണ് പുള്ളിക്കാരി അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരി നല്ലൊരു പ്ലെയറാണ്. പുള്ളിക്ക് മാനസികമായി പുള്ളിക്ക് ജിൻഡോനെയും ജാൻമണിയെയും ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞാലും, നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ഇവർക്ക് രണ്ടുപേർക്കും എതിരെ അവർ നിൽക്കുന്ന സ്റ്റാൻഡ് ഒരിക്കലും ഒരു പ്ലെയർ എന്ന നിലയിൽ ഒരു പ്രേക്ഷകരും അനുവദിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നില്ല. കാരണം ഇതൊക്കെ നമ്മൾക്ക്, കാരണം നോറ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അതിന് ആ ഒരു പ്ലെയർ ഉണ്ട്, ആ പ്ലെയറെയാണ് ജനങ്ങൾ കാണുന്നത്. അല്ലാതെ നോറയുടെ ഗ്രഡ്ജ് കാണാനല്ല ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ആരുടെയും പേഴ്സണൽ ഗ്രഡ്ജ് കാണാനല്ല ഇരിക്കുന്നത്. കളിക്കണം, നല്ല കളികൾ കളിക്കാം, അതായത് നല്ല ബോൾ പ്രൊവോക്ക് ചെയ്യാം. ഷിബിൻ എന്ന് പറഞ്ഞ വ്യക്തിനെ ഗബ്രി എന്തൊക്കെയാണ് പറയുന്നത്? ഷിബിൻ തമാശയ്ക്ക് നീ പോടാന്നോ നീ എന്ന് പറഞ്ഞാൽ ആ പുള്ളി എന്ത് മര്യാദകേട് കാണിച്ചാലും പുള്ളി വന്ന് വളരെയധികം മാപ്പ് പറയുകയും വളരെയധികം ഈ തെറ്റുകൾ കാണിക്കുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മാപ്പ്, ശരിയാണ്, കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കും. ഇതാണ് ഗെയിം. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അതാണ്. അതൊക്കെ കണ്ടിട്ടല്ലേ അവരൊക്കെ ഓരോ കണ്ടസ്റ്റന്റും കയറിയേക്കുന്നത്. തികച്ചും നമ്മൾക്ക് ബിഗ് ബോസിൽ നിന്ന് വേണ്ടത് ഒരു എന്റർടൈനറെയാണ്, അതായത് ഷിബിനെ പോലുള്ള വ്യക്തി. ഷിബിൻ നല്ലൊരു എന്റർടൈൻമെന്റ് ആണ്. അപ്സര ഇത്രയൊക്കെ കൂട്ടുകൂടിയാലും അപ്സര ചില സമയങ്ങളിലൊക്കെ അപ്സരയും പറയേണ്ടത് പറയുന്നുണ്ട്. അപ്പൊ അപ്സരയുടെ ഭാഗത്ത് ശരികളുണ്ട്. പക്ഷെ അപ്സര ചില സമയത്ത് വാ പൊളിക്കുന്നില്ല. കാരണം വാ പൊളിച്ചു കഴിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കുന്നത് അവർ പേടിച്ചിട്ടായിരിക്കാം. ഇപ്പം അവരുടെ ടീമിലും കൂടി ആയതുകൊണ്ടായിരിക്കും അപ്സര പക്ഷെ എന്നാൽ പോലും അപ്സര കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ രശ്മിനും ഗബ്രിയും അർജുനും ജാസ്മിനും ഇവരൊരു എന്ത് കാണിച്ചാലും, എന്ത് തെറ്റ് കാണിച്ചാലും ചുമ്മാ ഗബ്രിയും ജാസ്മിനും അവിടെ എന്താണ് കാണിക്കുന്നത്? ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനല്ല പ്രൊവോക്ക് ചെയ്യുന്നത്. പ്രൊവോക്ക് ചെയ്യാം, നല്ല നല്ല പോയിന്റ്സുകൾ പറഞ്ഞാണ് പ്രൊവോക്ക് ചെയ്യുന്നത്. അല്ലാതെ ഇത് ചുമ്മാ അലച്ച് ഞങ്ങൾ ലൈവിൽ കാണുന്നവർ, സത്യം പറഞ്ഞാൽ ഞാൻ ലൈവിൽ ഒരു ഹാഫ് ആൻ അവർ മാറി ഇരുന്നിട്ട് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ബാക്കി ലൈവ് കാണുന്നത്, എന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വെറും ചുമ്മാ ലൈവ് കാണുന്നവരെ വെറുപ്പിക്കുവാണ് ജാസ്മിൻ. ചുമ്മാ അവിടെ കിടന്ന് ഒച്ച വെക്കുന്നു. ചുമ്മാ ഗബ്രി ചുമ്മാ എന്തൊക്കെയോ സംസാരിക്കുന്നു, വഴി കൂടെ പോകുന്ന എല്ലാം കയറി പിടിക്കുന്നു. അങ്ങനല്ല. കാരണം ശ്രീരേഖനെ ഒക്കെ വളരെ ബഹുമാനമില്ലാതെ ശ്രീരേഖയെടുത്ത് കാണിക്കുന്നത് വളരെ തെറ്റായിട്ട് എനിക്ക് തോന്നി. അത് എന്തായാലും ലാലേട്ടൻ ഇതൊക്കെ നമ്മൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ജനങ്ങൾ ഇതിനൊക്കെ നല്ല രീതിയിൽ കമന്റുകൾ ഇടുക, നിങ്ങളിത് പ്രതികരിക്കുക. കാരണം ഇതൊരു നല്ല ഷോ ആണ്. നല്ല ഷോ നല്ല രീതിയിൽ പോകണമെങ്കിൽ എല്ലാവരും പ്രതികരിക്കണം. അപ്പം നമുക്ക് എല്ലാവരും ഈ ഇരിക്കുന്ന ആരോടും നമുക്ക് വ്യക്തിപരമായ, ഇപ്പം ലാലേട്ടൻ പറയുന്നത് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. നമുക്ക് എല്ലാവരും നല്ല, നമുക്ക് ഈ ബിഗ് ബോസ് ലൈവിൽ നല്ലപോലെ കാണാനും നല്ല ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ അത് കൊണ്ടുപോകാനും നമുക്ക് ശ്രമിക്കണം. അതിന് നമ്മളെല്ലാവരും കൂടെ തന്നെയാണ് റിക്വസ്റ്റ് ചെയ്യണം ലാലേട്ടനോടും ഏഷ്യാനോടും. അതുകൊണ്ട് നിങ്ങൾ കമൻ്റായിട്ട് ഇടുകയും ലാലേട്ടൻ ഇത് ശ്രദ്ധിക്കുകയും ഇത് ദയവ് ചെയ്ത് ഇങ്ങനത്തെ അനാവശ്യമായ റിലേഷൻഷിപ്പിലല്ല ഇത്. കാരണം ഇത് ഇൻഡിവിജ്വൽ പ്ലേ ആണ്. റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അത് പുറത്താവണം. ഇവിടെ സ്വന്തം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിൽ പോലും അത് ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് കളിക്കാനാണെങ്കിൽ മാത്രം ദയവ് ചെയ്ത് ബിഗ് ബോസ് ഇങ്ങനെയുള്ള കണ്ടസ്റ്റന്റിനെ എടുക്കണമെന്നും അല്ലെങ്കിൽ വാൺ ചെയ്ത് അവരെ പുറത്താക്കണമെന്നും നമ്മൾ വളരെയധികം അപേക്ഷിക്കുകയാണ്. കാരണം ഇവർ നല്ല പ്ലേയേഴ്സാണ്, ഇവരെ പുറത്താക്കണമെന്നല്ല പറയുന്നത്. ഇവരുടെ ഈ ഒരു കാര്യത്തിൽ ഇനി കർശനമായ വാണിംഗ് കൊടുക്കുവാണ്. കാരണം പുള്ളിയെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം എല്ലാ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ്. ജാസ്മിൻ അകത്തേക്ക് കത്ത് വരുന്നു, ജാസ്മിൻ അത് വായിക്കുന്നു, ജാസ്മിൻ വായിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കുന്നു, ജാസ്മിനെ അകത്ത് വിളിച്ച് ഒരുപാട് ട്രീറ്റ് ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും പ്രേക്ഷകർക്കും തോന്നും ജാസ്മിനോട് ഒരു പ്രത്യേക സോഫ്റ്റ് കോർണർ ഉണ്ട്, ബാക്കി ആരോടും ഇല്ല. കാരണം സത്യമായിട്ട് എല്ലാവർക്കും ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ലെറ്റർ വായിച്ചിട്ട് ജാസ്മിൻ അത് പോക്കറ്റ് ഇടുന്നു, അത് തിരിച്ചു കൊണ്ടുപോയി വെക്കുന്നു. അത് ആരും കാണുന്നില്ല, നമ്മൾ ആരും കാണുന്നില്ല ലൈവ്. പക്ഷെ ലൈവിൻ്റെ അകത്ത് അത് കാണിക്കാം. കാരണം അത് എന്താണ് എഴുതിയത്, കാരണം അത് ജാസ്മിനുള്ള ഇൻസ്ട്രക്ഷൻ ആണോ എന്ന് ഒരുപാട് പേര് യൂട്യൂബിലും ഒരുപാട് പേര് പല ഇൻഫ്ലുവൻസസും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ബിഗ് ബോസ് ശ്രദ്ധിക്കുമെന്ന് അപേക്ഷിക്കുന്നു. അപ്പം എല്ലാവർക്കും ബൈ.